ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാനൊരുങ്ങിയ യുവാവിനെ തടഞ്ഞ CPM. പാർട്ടിയോട് അനുവാദം വാങ്ങിയാലേ ഭക്ഷണം നൽകാൻ കഴിയൂവെന്ന് CPM നേതാവ് പറയുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. യുവാവിനെ തടയാനെത്തിയത് ഏണിക്കര പ്രദേശത്തെ CPM പ്രാദേശിക നേതൃത്വം. വർഷങ്ങളായി ഏണിക്കര ശിവക്ഷേത്ര മൈതാനത്ത് ഭക്ഷണം നൽകി വന്നയാളെയാണ് CPM തടഞ്ഞത്. പാർട്ടിയാണ് നടത്തുന്നത്. പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി നടപ്പിലാക്കും. പാർട്ടിക്കാരല്ലേ പാർട്ടി നടപ്പിലാക്കൂ, സാധാരണ ആൾക്കാരല്ലേ നടക്കൂലല്ലോ. വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ഈ ആറ്റുകാലിലേക്ക് എത്തുന്ന ഭക്തർക്ക് പോകുന്ന വഴിയിലെല്ലാം ഭക്ഷണം നൽകുന്ന, അവർക്ക് കുടിവെള്ളം നൽകുന്ന, അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടാകെയുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഏണിക്കരയിൽ അതുവഴി കടന്നു പോകുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു ചുമതല വർഷങ്ങളായി അവിടെ നടക്കുന്നത്. അതിനെയാണ് CPM പ്രവർത്തകർ വന്ന് തടയുന്നൊരു സാഹചര്യമുണ്ടായത്. ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? നീലിമ, പാർട്ടിയോട് അനുവാദം വാങ്ങാതെ ആ പ്രദേശത്തെ ഒരു വ്യക്തി അവർക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങി എന്നതാണ് പ്രധാന സംഭവം. ആ സംഭവത്തിൽ പാർട്ടിയോട് അനുവാദം വാങ്ങിയിട്ടില്ല, പാർട്ടി സമ്മതം നൽകിയിട്ടില്ല. പാർട്ടിയുടെ സമ്മതമുണ്ടായാൽ മാത്രമേ ഈ പ്രദേശത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന നിലപാടാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ R. പ്രശാന്ത് ഇപ്പോൾ ആ ഒരു സാധാരണക്കാരനായ മനുഷ്യന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇത്തരത്തിൽ ഏണിക്കര ശിവക്ഷേത്ര മൈതാനിക്ക് സമീപം ഇരുന്ന് ഇദ്ദേഹം ഭക്ഷണവും ദാഹജലവും ഒക്കെ വിതരണം ചെയ്യാറുള്ള വ്യക്തിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആൾ ഇത്തരത്തിൽ ഇത്തവണയും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എത്തുമ്പോൾ, ഭക്ഷണവും ദാഹജലവും ഒക്കെ നൽകാൻ എത്തുമ്പോഴാണ് പാർട്ടി നേതാക്കളോട് പറഞ്ഞിട്ടില്ല, പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക ഘടകത്തോട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തർക്ക് ഭക്ഷണം നൽകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പാർട്ടി നേതൃത്വം സമ്മതിക്കില്ല, പാർട്ടിയുടെ സമ്മതമില്ല എന്ന നിലപാടാണ് ഈ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ R. പ്രശാന്ത് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനുശേഷം R. പ്രശാന്ത് ഈ കാര്യങ്ങൾ പറയുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് സംരക്ഷണം ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെ മറ്റു പാർട്ടി പ്രവർത്തകരെ, അവിടെയുള്ള ഏരിയ ചുമതലയുള്ള പ്രവർത്തകരെയും മറ്റു പ്രവർത്തകരെയും ഒപ്പം കൂട്ടിക്കൊണ്ടെത്തി ഈ യുവാവിനെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്ഷേപം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു CPM ഗുണ്ടായിസം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പാർട്ടി ഗ്രാമം, ആ ഗ്രാമത്തിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഏകാധിപത്യ രീതിയിലാണ് അവിടെയുള്ള കുറേ CPM നേതാക്കളും പാർട്ടി പ്രവർത്തകരും നടത്തുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, സ്വകാര്യ വ്യക്തികളും സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ മറ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ കൂട്ടായ്മയുടെയൊക്കെ നേതൃത്വത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദാഹജലവും ഭക്ഷണവും ഒക്കെ കൊടുക്കാറുള്ളത് ഒരു സാധാരണ സംഭവമാണ്. അത്തരത്തിലെത്തിയ ഒരു വ്യക്തിയാണ് ഈ പ്രദേശത്ത് ഏണിക്കര താമസിക്കുന്ന വ്യക്തി തന്നെയാണ് ഇയാളും. ഇദ്ദേഹം പാർട്ടിയോട് നേരത്തെ മുൻകൂട്ടി അനുമതി വാങ്ങാതെ ഭക്ഷണം നൽകാൻ ഒരുങ്ങി എന്നതാണ് ഈ സാധാരണക്കാരനായ മനുഷ്യൻ ചെയ്ത തെറ്റെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ഒരു കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ദാഹജലവും ഭക്ഷണവും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തജനങ്ങൾക്ക് നൽകാനെത്തുമ്പോൾ അദ്ദേഹത്തെ തടയുന്നതും. പാർട്ടിയോട് അനുവാദമില്ലാതെ, പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കാതെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഭക്തർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ R. പ്രശാന്ത് സ്വീകരിച്ച നിലപാട്. അതിനുശേഷം വീണ്ടും ഇദ്ദേഹം പ്രശാന്ത് ഇത് പറഞ്ഞു പോയതിനു ശേഷം വീണ്ടും ഇദ്ദേഹം ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ഘട്ടത്തിൽ പോലും പിന്നീട് ആ പ്രദേശത്തെ മറ്റു കൂടുതൽ പാർട്ടി പ്രവർത്തകരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനുശേഷം ഈ സാധാരണക്കാരനായ വ്യക്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമം, പാർട്ടിയുടെ ഗുണ്ടായിസം, CPM പ്രവർത്തകരുടെ ഗുണ്ടായിസം നടത്താനുള്ള ശ്രമം, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, വിനീഷാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.